ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ അവഗണിച്ചുവെന്നാരോപിച്ച് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. കഴിഞ്ഞ വർഷം ഓണറേറിയം ഇനത്തിൽ 1000 രൂപ പ്രഖ്യാപിച്ചെങ്കിലും അത് നൽകിയിരുന്നില്ല. ഇത്തവണ പൂർണ്ണമായും സർക്കാർ അവഗണിക്കുകയാണെന്ന് റേഷൻ വ്യാപാരികൾ കുറ്റപ്പെടുത്തി. നാളെ യോഗം ചേർന്ന് സമരപരിപാടികൾ തീരുമാനിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് 14,000 റേഷൻ വ്യാപാരികളും അനുബന്ധ തൊഴിലാളികളുമുണ്ട്. മറ്റെല്ലാ മേഖലയിലും ജീവനക്കാർക്ക് ഓണവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ റേഷൻ വ്യാപാരികളെ സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. മുൻ വർഷങ്ങളിൽ സർക്കാർ ഓണറേറിയമായി 1000 രൂപ നൽകിയിരുന്നു. കഴിഞ്ഞ തവണ അത് പ്രഖ്യാപിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് 1000 രൂപ ഓണറേറിയം തരാമെന്ന് പറഞ്ഞു, തന്നിട്ടില്ല. അത് ഞങ്ങളെ ക്ഷേമനിധിയിൽ ലഭിക്കാമെന്ന് പറഞ്ഞു, അതും ലഭിച്ചിട്ടില്ല. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഈ അവഗണനക്കെതിരെ ഈ ഓണക്കാലത്ത് ഒരു പ്രക്ഷോഭം വേണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഓണക്കാലത്ത് തന്നെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കിറ്റുകൾ അവധി പോലും നോക്കാതെ പ്രവർത്തിച്ച് റേഷൻ വ്യാപാരികൾ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, ഭക്ഷ്യമന്ത്രി, ധനവകുപ്പ് മന്ത്രി എന്നിവരുമായി നിരന്തരം ഈ വിഷയം സംസാരിച്ചതാണ്. നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനമെന്നും വ്യാപാരികൾ പറയുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.